നമ്മുടെ വികാരങ്ങൾ, ചിന്തകൾ, അതാണല്ലോ നമ്മുടെ ബിഹേവിയറിലേക്ക് പോകുന്നത്. നമ്മുടെ ചിന്തകളും പോസിറ്റീവാണോ നെഗറ്റീവാണോ, അതുപോലെ നമ്മുടെ ഇമോഷൻസും. ഇപ്പോൾ ഇമോഷണൽ സെൽഫ് റെഗുലേഷൻ, നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യണമെങ്കിൽ, അല്ലെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് വിശക്കുമ്പോഴാണ് ഞാൻ ദേഷ്യപ്പെടുന്നത്, അല്ലെ ഞാൻ എൻ്റെ ഈ ദേഷ്യത്തിൻ്റെ പുറകിലുള്ള കാര്യം എന്താ, എന്തെങ്കിലും ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, ഏതെങ്കിലും ഒരു അൺമെറ്റ് നീഡ് എനിക്ക് കിടപ്പുണ്ടോ, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ധ്യാനം, ചിന്ത, എന്തുകൊണ്ട് ഞാനിങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഐ എം നോട്ട് പെർഫെക്റ്റ്, അല്ലേ, ഞാൻ വന്നിരിക്കുന്ന ഫാമിലി പെർഫെക്റ്റ് അല്ല, വി ഓൾ ആർ ഫ്രം ഡിസ്ഫങ്ഷണൽ ഫാമിലിയാണ്. അത് പറയാൻ നമുക്കത്ര എളുപ്പമല്ല. നമ്മളെപ്പോഴും പറയാറ് ഞാൻ വലിയ കുടുംബത്തിലെയാണ്, നല്ല ഇതാണ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ നമ്മുടെ ജനിതകമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ശരീരത്തിന് ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് പേരൻസിന് ചിലപ്പോൾ ഉണ്ടാവാം, ഇനിയും പേരൻസിന് ഇല്ലാത്തവരിലും ഉണ്ടാകാം. എന്നാലും നമ്മുടെ ഹെറിഡിറ്ററി ജീന്, അപ്പം അതിനാണല്ലോ സയൻറ്റിസ്റ്റുകൾ നേച്ചർ ആൻഡ് നർച്ചർ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാറുണ്ട്. ഒരു വ്യക്തിക്ക് അവരുടെ എൻവയോൺമെൻറ്റ്, വളരുന്ന സാഹചര്യങ്ങൾ ആണോ, ജനിതകമാണോ ആ വ്യക്തിയെ കൂടുതലായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയുണ്ട്. നേച്ചർ ആൻഡ് നർച്ചർ, ബയോളജി ഓർ എൻവയോൺമെൻ്റ് ആണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്.